വികാരിച്ചിന് ഒരു ആട്ടിൻകുട്ടിയെ കൂടി കിട്ടിയ സന്തോഷമായിട്ടാണ്. അതുകൊണ്ട് വികാരിച്ചിന് ഇവിടെ ഉണ്ടാകാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ജെറുസലേം വചന കൂടാരത്തിലേക്ക് ഇവിടെയുള്ള എല്ലാ അച്ഛന്മാരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ജെറുസലേം വചന കൂടാരത്തിന് ഒരു സങ്കടമായിരുന്നു. ഞങ്ങൾക്ക് വൈദികരെ കുറച്ച് 2-3 അച്ഛന്മാർ പോയപ്പോൾ അതിന്റെ പോരായ്മയുണ്ടായിരുന്നു. അങ്ങനെ അച്ഛന്മാരെല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിച്ചു. CMI സഭ ദേവമാത പ്രവിശ്യ ആ പ്രാർത്ഥന കേട്ടു. അതിന്റെ ഫലമായിട്ട് ഇന്ന് ജെറുസലേം വചന കൂടാരത്തിലേക്ക് നിത്യമായി സഹായിക്കാനൊക്കെ ആയിട്ട് നമുക്കൊക്കെ ഏറ്റവും പ്രിയങ്കരനായിരിക്കുന്ന ഞങ്ങളുടെ മുൻ പ്രൊവിൻഷ്യൽ റവൻ ഫാദർ പയസ് ഊക്കൻ, അതുപോലെ തന്നെ അച്ഛന്റെ ഈ ധ്യാന മന്ദിരത്തെക്കുറിച്ചുള്ള അച്ഛന്റെ ഇടപെടലുകൾ, സന്തോഷപ്രദമായ അവസരങ്ങളൊക്കെ ഞാൻ അൾത്താരിൽ നിന്ന് ഓർക്കുമ്പോൾ ഞാൻ കരഞ്ഞു പോകും. അതുപോലെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഈ ജെറുസലേം വചന കൂടാരത്തിന് വേണ്ടി വാദിക്കാൻ, എന്തെങ്കിലും പറയാൻ, ഞങ്ങൾക്ക് എന്തെങ്കിലും സംരക്ഷണം നൽകാനൊക്കെ നിന്ന മുൻകാല പ്രൊവിൻഷ്യൽ അച്ഛന്റെ ഓർമ്മകൾ എൻ്റെ മനസ്സിലുണ്ട്. അമല ആശുപത്രിയിൽ ഡയറക്ടറായിരിക്കുന്ന സമയത്തും ഉണ്ടായിരുന്ന സ്നേഹ സേവനങ്ങൾ മാത്രവുമല്ല, പ്രൊവിൻഷ്യൽഷിപ്പ് കഴിഞ്ഞതിന് ശേഷം സ്ഥിരമായി ഇവിടെ വന്ന് കുമ്പസാരിപ്പിക്കാൻ വരുന്ന ഒരു അച്ഛനും കൂടിയാണ്. അതുകൊണ്ട് ജെറുസലേം വചന കൂടാരത്തിന്റെ നാളാഗമ ചരിത്രത്തിൽ ഒരു ചരിത്രം കൂടി എഴുതി ചേർക്കുകയാണ്. നമുക്ക് ഏറ്റവും പ്രിയങ്കരനായിരിക്കുന്ന പയസ് ഊക്കനച്ഛനെ ജെറുസലേം വചന കൂടാരത്തിൽ കിട്ടിയതിന് ഓർത്തുകൊണ്ട് ഈ പുണ്യമായ നിമിഷത്തിൽ എല്ലാവരുടെയും പ്രതീകമായിട്ട് ഞാൻ അച്ഛനെ പുഷ്പം കൊടുത്ത് പൂക്കെട്ട് കൊടുത്ത് ഞാൻ സ്വീകരിക്കുകയാണ്. നമുക്ക് ഒന്ന് കൈകൾ ഉയർത്തിയടിച്ചുകൊണ്ട് നമുക്ക് സ്വീകരിക്കാം. ഏറ്റവും സ്നേഹത്തോടെ ഇവിടെയുള്ള എല്ലാ അച്ഛന്മാരുടെയും പ്രതിനിധിയായിട്ട് പയസച്ഛന് ഏറ്റവും ഹൃദയത്തെ സ്വാഗതം. പ്രിയ നിറഞ്ഞ പയസച്ഛനെ കുറിച്ച് ഇവിടെയുള്ള പലപ്പോഴും പ്രൊവിൻഷ്യലായിരിക്കുന്ന സമയത്ത് ഇവിടെ വന്ന് രാത്രികാലത്തുള്ള പ്രഭാഷണങ്ങൾ, അതുപോലെയുള്ള മറ്റു സമയങ്ങളിൽ വന്നൊക്കെ ഞാൻ ഓർക്കുകയാണ്. ഈ നിറഞ്ഞ ദൈവജനത്തിന്റെ സ്നേഹോഷ്മളതമായിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് അച്ഛന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. വലതുകരം ഉയർത്തി അച്ഛന് വേണ്ടി അച്ഛന്റെ ചേട്ടൻ, അതുപോലെ അലക്സ് ഒക്കെ അച്ഛൻ മരിച്ചുപോയി. അലക്സ് അച്ഛന്റെ പ്രൊവിൻഷ്യൽ സെക്രട്ടറി ആയിരുന്നു ഞാൻ. മധുരകരമായ ഓർമ്മ എന്റെ മനസ്സിൽ ഓർത്തുകൊണ്ട് അനുജൻ പയസച്ഛനെ ഇപ്പോൾ നമുക്ക് കരങ്ങൾ ഉയർത്തി നമുക്കൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ ഒന്ന് നിറയട്ടെ. ദൈവ കൃപ വന്ന് നിറയട്ടെ, പരിശുദ്ധാത്മ നിറയട്ടെ. കർത്താവേ ഇടവക വികാരച്ചന്മാരോടും അയൽപ്പക്കത്തുള്ള എല്ലാ അച്ഛന്മാരോടും CMI സഭയിലെ എല്ലാ വൈദ്യരും ചേർന്നുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ അനുഗ്രഹിച്ച് അഭിഷേകം ചെയ്യുന്നു. അഭിഷേകത്തിന്റെ ആത്മാവെ, അനുഗ്രഹത്തിന്റെ ആത്മാവെ, പരിശുദ്ധാത്മന്റെ തീക്കനലായി പ്രവർത്തിക്കാനും സംസാരിക്കുവാനും ശുശ്രൂഷ ചെയ്യുവാനുള്ള വരം നൽകി അനുഗ്രഹിക്കണം യേശുവേ എന്ന പിതാവിനെ. കൈകളടിച്ച് സ്വീകരിക്കാം. നമുക്ക് ഒരിക്കൽ കൂടി ഇപ്പോൾ 2 വാക്ക് നമ്മുടെ സംസാരിക്കാം. അത്രയും പ്രിയപ്പമ്മയുടെ പട്ടത്തച്ഛ, മറ്റുപ്പമ്മയുടെ വൈദികരെ, ഈ ജെറുസലേം ദേവാലയത്തിൽ വന്നു ചേർന്നിരിക്കുന്ന വിശ്വാസികളെ, ഈ ജെറുസലേം ധ്യാനകൂടാരം ആരംഭിച്ചതിന് ശേഷം അത് വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് പോയി. നമുക്കറിയാം, ഇവിടെ നിറഞ്ഞ് ഈ വലിയ ഹോൾ നിറച്ച് ആളുകൾ വന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് ആ ദൈവത്തിന്റെ വചനം ശ്രവിക്കാനും അതനുസരിച്ച് ജീവൻ നവീകരിക്കാനും നമ്മുടെ ആവശ്യങ്ങളില് കർത്താവിന്റെ സന്നിധിയിൽ ജെറുസലേം വചന കൂടാരത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവം കനിഞ്ഞു നൽകുന്നതും നമുക്കൊക്കെ അനുഭവമാണ്. അതാണ് അനേകം പേര് ഈ ജെറുസലേം ധ്യാനകൂടാരത്തിൽ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇതിനോട് പങ്കുചേരാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ആരംഭത്തിലൊക്കെ ഇതിന്റെ കൂടെ പലപ്പോഴും രാത്രിയിലൊക്കെ ഉണ്ടായിരുന്ന ജാഗരണത്തിനൊക്കെ അമലയിൽ നിന്ന് സ്റ്റാഫിനെയും കുട്ടികളെയും ഒക്കെ കൊണ്ടുവരാറുണ്ട്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പുതിയ അനുഭവമായിട്ട് ഇന്ന് വന്നതല്ല, അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇരട്ടി ആൾക്കാരാണ് വരുന്നത്. ഇതുപോലെ ആ ദൈവത്തെ അനുഭവം സ്വായത്തമാക്കാൻ വേണ്ടി അനേകരിവിടെ വരുന്നുണ്ട്. അതിൽ പങ്കുചേരാനായിട്ട് എനിക്കും സാധിച്ചിട്ടുണ്ട്. ഇവിടെ കുറെ നാള് ഇവിടുത്തെ ശുശ്രൂഷയില് ഇവിടെയുള്ള നമ്മുടെ വൈദികരെ പോലെ വലിയ പ്രഭാഷണം നടത്താനൊന്നും എനിക്ക് അത്രയ്ക്ക് പരിചയമില്ല. എങ്കിലും ദൈവത്തിന്റെ അനുഗ്രഹത്താൽ ഇവിടെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഈ കൂടാരത്തിൽ ചെയ്യുന്ന ജോലികളിൽ പങ്കുചേരാനും വളരെ സന്തോഷമുണ്ട്. നമ്മളെല്ലാവരും
എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ധാരാളമായി ലഭിക്കാനായിട്ട്, നമ്മുടെ ആവശ്യങ്ങളിൽ ദൈവം കണ്ണു തുറന്ന് നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈ ദൈവത്തോട് പ്രാർത്ഥിക്കാം. മാതാവും ദൈവവും നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കും. യേശുവിന്റെ ആ അനുഗ്രഹം നമ്മളെല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. കൈകളടിച്ചുകൊണ്ട് നമുക്ക് ബഹുമാനപ്പെട്ട പൈസച്ചനെ സ്വീകരിക്കാം. പൈസച്ചൻ ഇവിടെ ശുശ്രൂഷ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. കുമ്പസാരിപ്പിക്കുവാനും മറ്റ് പ്രാർത്ഥനകൾക്കും ആത്മീയ ഉപദേശം നൽകുവാനും പൈസച്ചനെ സമീപിക്കാവുന്നതാണ്. ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവജനത്തിന്റെ പേരിൽ നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് പൈസച്ചനെ സ്വീകരിക്കാം. ശാന്തമായി സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാം. അപ്പപാത്രം ഉയർത്തിപ്പിടിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ലൂഷ്യസ് നേരെപ്പറമ്പിൽ, ഫാദർ ജോസഫ് അലത്ത വെള്ളിയച്ചൻ, ഫാദർ പയസൂക്കൻ ഇവിടെ എപ്പോൾ വന്നു കഴിഞ്ഞാലും ആത്മീയമായ നിർദ്ദേശങ്ങൾക്കും ഉപദേശങ്ങൾക്കുമായി ഈ അച്ചമരി താമസിന്റെ പിറകിൽ അവർ പ്രത്യേകമായി രാവിലെ 9 മണി മുതൽ വൈകിട്ട് വരെയുള്ള സമയങ്ങളിൽ അവിടെ ഉണ്ടായിരിക്കും. എപ്പോൾ വന്നു കഴിഞ്ഞാലും കാണുവാനായിട്ടുള്ള സൗകര്യമുണ്ടായിരിക്കും എന്ന കാര്യം കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. പലപ്പോഴും ഉപദേശം തേടി, ജ്ഞാനം തേടി കടന്നു വരുമ്പോൾ അവരെ സഹായിക്കുവാൻ ഞങ്ങളുണ്ട്. പ്രത്യേകമായ വിധത്തിൽ നമ്മുടെ ഇടവക വികാരിച്ചന്റെ സാന്നിധ്യത്തിൽ ഒരച്ഛനെ കൂടി ഞങ്ങൾക്ക് കിട്ടിയ സന്തോഷം ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. കർത്താവ് ആഴ്ച ഉയർത്തിപ്പിടിച്ച് അപ്പപാത്രങ്ങൾ അനുഗ്രഹിക്കണമേ. ഇത് ഏറ്റുവാങ്ങുന്നവർക്കും ഭക്ഷിക്കുന്നവർക്കും വലിയ കൃപകൾ ഉണ്ടാകാൻ ഇടവരുത്തണമേ. അത്ഭുതകരമായ സൗഖ്യവും അത്ഭുതകരമായിരിക്കുന്ന കരുതലും ഇതിലൂടെ ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഒപ്പം ഒരു കാര്യം അറിയിക്കുകയാണ്. ജെറുസലേം ദൈവരാജ്യം നിങ്ങളുടെ പക്കലേക്ക് വരികയാണ്. എങ്ങനെയാണ് അത് കൊണ്ടുവരുന്നത്? അതിനകത്ത് 5 എണ്ണമാണുള്ളത്. പ്രിയപ്പെട്ടവരെ, ഞാൻ അതിനെക്കുറിച്ചൊന്ന് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് കഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ സ്നേഹത്തിന്റെ ഒരു ഓർമ്മയായി 5 പേർക്ക് ഓരോ പ്രാവശ്യം നമ്മൾ കൊടുക്കുക. ജെറുസലേം വചന കൂടാരത്തിലെ അപ്പസ്തോലന്മാരും പാരിഷ് മിനിസ്ട്രിയുടെ മക്കളും ഇവിടെ ഇറങ്ങാൻ പോവുകയാണ്. നമ്മൾ ഇതിനകത്ത് ഇങ്ങനെയാണ് വരുന്നത്. ഇതിനകത്ത് 5 എണ്ണമാണ്. നമുക്കിതിനകത്ത് 5.20 ഇതിന്റെ കോസ്റ്റ്. പക്ഷെ നമ്മളതിവിടെ ചെയ്യുന്നത് ഒരു സ്നേഹത്തിന്റെ ഒരു പ്രേക്ഷിത പ്രവർത്തനമായി തീരാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് 5 എണ്ണം ഉണ്ടാകുമ്പോൾ അതിനകത്ത് 10 രൂപയാണ്. അത് നമുക്ക് കൊടുക്കാനൊക്കെ സൗകര്യത്തിന് നമ്മൾ ചെയ്യുന്നതാണ്. ഇത് നിങ്ങൾ കഴിയുന്നിടത്തോളം ആളുകൾ ഏറ്റുവാങ്ങണം. 10 പേർക്ക് ഒരു മാസത്തിൽ നിങ്ങൾ കൊടുക്കണം. അങ്ങനെ കർത്താവിന്റെ രാജ്യം പടർന്നു പന്തലിക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജെറുസലേം ദൈവരാജ്യത്തെ വിശുദ്ധീകരിച്ച് വെഞ്ചരിച്ച് ഇതിലൂടെ അത്ഭുതങ്ങൾ നടക്കാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിച്ചപേക്ഷിച്ച് ജനഹൃദയങ്ങൾക്ക് യാത്രയാക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രിയപ്പെട്ടവരെ, സൗഖ്യകരമായ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒത്തിരിയേറെ നന്മകളും ഒത്തിരിയേറെ കൃപകളും നമ്മിലേക്ക് കടന്നു വരട്ടെ. നമുക്ക് സാക്ഷ്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യമായി സാക്ഷ്യം നൽകുന്നു ഐറിൻ ടെരേസ്. എന്റെ പേര് ഡെസി, മണലൂരിൽ നിന്ന് വരുന്നു. 9 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് മക്കളുണ്ടായിരുന്നില്ല. 3 തവണ അബോർഷനായി. ഒരു തവണ ട്യൂബിലുണ്ടായി, ട്യൂബ് കട്ട് ചെയ്തു. ഡോക്ടർമാർ പറഞ്ഞു ആ ട്യൂബിൽ കൂടെ എനിക്ക് കുഞ്ഞുണ്ടാവില്ല എന്ന്. ഞങ്ങൾ കുവൈറ്റിൽ പോയി, അവിടെയും ഡോക്ടറിനെ കണ്ടു. ഡോക്ടർ പറഞ്ഞു ഉണ്ടാവില്ല, ഈ ട്യൂബിൽ കൂടെ ഉണ്ടാവില്ല എന്ന്. അസാധ്യകാലം സാധ്യമാക്കുന്ന കർത്താവ് ഞങ്ങൾക്ക് ആ ട്യൂബിൽ കൂടെ തന്നെ കുഞ്ഞ് തന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. 9 വർഷങ്ങൾക്ക് ശേഷം ദൈവം നൽകിയ സ്നേഹ സമ്മാനമാണ് ഐറിൻ ടെരേസ്. ട്യൂബിലൂടെ ഇനി സാധ്യതയില്ല എന്ന് വിധി എഴുതിയിട്ടും ദൈവത്തിന് പ്രവർത്തിക്കാൻ അവസരം കൊടുക്കുകയാണ്. ദൈവം പ്രവർത്തിച്ചു അത്ഭുതകരമായ വിധത്തിൽ 9 വർഷങ്ങൾക്ക് ശേഷം ഒരു കുഞ്ഞിനെ നൽകിയ
അനുഗ്രഹ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. കൈകളടിച്ച് കർത്താവിനെ നമുക്ക് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തും. പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തിന്. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാം രക്ഷകൻ നാമത്തിന്. പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തിന്. യേശുവിൻ നാമത്തിന്. സാക്ഷ്യം നൽകുന്നു സെറീന. എന്റെ പേര് സെറീന. ഞാൻ പട്ടിക്കാട് നിന്ന് വരുന്നു. എനിക്ക് 3 വർഷമായി വെരിക്കോസിന്റെ അസുഖം ഉണ്ടായിരുന്നു. എന്റെ കാലിന്റെ ഞരമ്പിലൊക്കെ പൊട്ടി ചൊറി പോലെ പുറത്തേക്ക് വരികയായിരുന്നു. കാല് മൊത്തം നീരായിരുന്നു. നടക്കാനൊന്നും പറ്റില്ല. ബാത്റൂമിൽ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ കസേരയിൽ ഉന്തി വേണം കൊണ്ടുപോകണമെന്നെങ്കിൽ ഡോക്ടർമാരെ ഒരുവിധം തൃശ്ശൂരുള്ള ഡിസ്ട്രിക്റ്റിലുള്ള എല്ലാ സ്കിന്നിന്റെ ഡോക്ടർമാരെയും കാണിച്ചു. ആർക്കും ഒരു മറുപടിയും പറയാനില്ല. 1.5 ലക്ഷത്തോളം ചെലവായി. അവസാനം ഇവിടെ 3-ാമത്തെ ശനിയാഴ്ച വരെ വിനോദ് ബ്രദറിന്റെ അടുത്ത് അച്ഛൻ പോവാൻ പറഞ്ഞു. അവിടെ പോയി കാല് കെട്ടി ഒരു 3 പ്രാവശ്യം കെട്ടുമ്പോഴത്തേനും കാലിന്റെ എല്ലാ അസുഖവും ഒരു പാട് പോലും ഇല്ലാതെ എല്ലാം മാറി കിട്ടി. ഇപ്പോ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം എനിക്ക് ഉണ്ടായിട്ടേ ഇല്ല. അങ്ങനത്തെ ഒരു കാലം ആരും വിശ്വസിക്കുക പോലും ചെയ്യില്ല. അതുപോലെയാണ് എന്റെ കാല് പേരിക്കണത്. 3ാമത്തെ ഞായറാഴ്ചകളിൽ ടേക്ക് കെയർ മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ ഇവിടെ വെസ്റ്റ് പോർട്ടിൽ നിന്നും അതുപോലെ തന്നെ മറ്റുള്ള ഹോസ്പിറ്റലിൽ നിന്നും പ്രസിദ്ധരായിരിക്കുന്ന ഡോക്ടർമാർ ഇവിടെ വരുന്നുണ്ട്. അന്നേ ദിവസം 3ാമത്തെ ആഴ്ചയിൽ ഇവിടെ കൊരട്ടി എന്നുള്ള ബ്രദർ വിനോജിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ശുശ്രൂഷ നടക്കുന്നുണ്ട്. പ്രാർത്ഥിച്ചപ്പോൾ അവിടേക്ക് പോകാനാണ് കർത്താവ് പറഞ്ഞത്. അങ്ങനെയാണ് സെറീന അവിടെ ചെല്ലുന്നത്. ഞാൻ ഇന്ന് കാണുമ്പോൾ അത്ഭുതപ്പെടുകയാണ്. അത്ഭുതകരമായ വിധത്തിൽ വേരിക്കോസിന്റെ പരിപൂർണമായിരിക്കുന്ന സൗഖ്യം നൽകിക്കൊണ്ടാണ് ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നത്. മുറിവുകൾ ഉണങ്ങില്ല, രോഗങ്ങൾ മാറില്ല എന്നൊക്കെ വിധിയെടുത്തതിന്റെ അപ്പുറത്ത് ദൈവത്തിന് സാധിക്കുമെന്ന് ഒരിക്കൽ കൂടി സാക്ഷ്യത്തിലൂടെ ഇവിടെ തെളിയിച്ചിരിക്കുകയാണ്. നമുക്ക് നല്ലവനായ ദൈവത്തെ മഹത്വപ്പെടുത്താം. കൈകൾ ഉയർത്തിയടിച്ച് കർത്താവിനോട് നന്ദി പറയാം. സാക്ഷ്യം നൽകുന്നു അന്ന. എന്റെ പേര് ആനി. എന്റെ 2ാമത്തെ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത്. 5 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതെ 2ാമത്തെ ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ച് താമസിച്ചുള്ള ധ്യാനം കൂടുകയും കഴിഞ്ഞ ജൂലൈയിൽ താമസിച്ചുള്ള ധ്യാനം കൂടുകയും 5 ആഴ്ച നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും സെപ്റ്റംബർ 8-ാം തീയതി അമ്മയ്ക്ക് കിരീടം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ ഫലമായി 8-ാം തീയതി കിരീടം വെച്ച് പ്രാർത്ഥിച്ച് 15-ാം തീയതി ഗർഭിണിയാണെന്ന് അറിഞ്ഞ് മെയ് 11-ാം തീയതി ഞങ്ങൾക്ക് ഒരു മോളെ അമ്മ സമ്മാനിക്കുകയും ചെയ്തു. അമ്മയ്ക്ക് നന്ദി, അമ്മയ്ക്ക് സ്തുതി. കഴിഞ്ഞ കൊല്ലത്തെ സെപ്റ്റംബർ 8-ന് മാതാവിനെ കിരീടം വെച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ദൈവം നൽകിയ സ്നേഹ സമ്മാനം അന്ന മോൾ. പരിശുദ്ധ അമ്മയുടെ പേര്, അമ്മയുടെ അമ്മയുടെ പേരാണ് ഇട്ടിരിക്കുന്നത് അന്ന. നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. പരിശുദ്ധ അമ്മയോട് പ്രത്യേകമായി നിയോഗം വെച്ച് പ്രാർത്ഥിക്കുവാൻ സെപ്റ്റംബർ 8-ാം തീയതി സ്നേഹപൂർവ്വം ജനസമൂഹത്തെ മുഴുവനായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. അന്ന് രാവിലെ 6 മണി മുതൽ ഇവിടെ ശുശ്രൂഷ ഉണ്ടായിരിക്കുന്നതാണ്. പരിശുദ്ധ അമ്മ സ്നേഹപൂർവ്വം നൽകിയ ഈ പൊന്നു മകളെ ഓർത്തുകൊണ്ട് കൈകളടിച്ച് ദൈവത്തോട് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തിയടിച്ച ദൈവത്തെ രക്ഷകൻ നാമത്തിന്. ഇവിടെ മാതാവിന് സമ്മാനം 3 തരത്തിലാണ് സ്വീകരിക്കുന്നത്. 1, ഇവിടെ വരുന്ന പാവപ്പെട്ട ആളുകൾക്ക് ധ്യാനമന്ദിരത്തെ സഹായമായി കൊടുക്കുന്ന സാരി. 2, രോഗികളായി വരുന്ന മക്കൾക്ക് അച്ഛൻ സ്നേഹപൂർവ്വം ആസ്വദിച്ചു കൊടുക്കുന്ന മിഠായി. 3ാമതായിട്ട് സ്വർണം. അങ്ങനെയാണ് ഇവിടെ വയ്ക്കുക. ഭർത്താക്കന്മാരോട് ചോദിച്ചിട്ടേ സ്വർണം ഊരി കൊടുക്കാൻ പാടുള്ളൂ. വീട്ടിൽ കിടക്കുന്ന പൊട്ടിയ തരികളൊക്കെ ഇല്ലേ, അതിനൊരു കാര്യമില്ല. അതെല്ലാം കൂടി നമുക്ക് ശേഖരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കിട്ടും. അപ്പം അങ്ങനെ കൊണ്ടുവരുന്ന സംഗതികളെല്ലാം കൂടി അത് മാതാവിന് സ്ത്രീധനമായിട്ട് നമുക്ക് കൊടുക്കാം. കഴിഞ്ഞ കൊല്ലം മാതാവിന് സ്ത്രീധനമായി കിട്ടിയ ആ സ്വർണത്തിൽ നിന്നാണ് ഈ വർഷത്തെ ബർത്ത്ഡേ കുട്ടികൾക്കുള്ള സമ്മാനം നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പം അങ്ങനെ അമ്മമാരും അപ്പച്ചന്മാരൊക്കെ പ്രത്യേകം കേട്ടല്ലോ. അപ്പം അങ്ങനെ അടുത്ത ചൊവ്വാഴ്ച
രാവിലെ 8 മണി മുതൽ അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകും എന്ന കാര്യം അറിയിക്കുകയാണ്. സാക്ഷി നൽകുന്നു ദിവ്യ ജസ്റ്റിൻ. എന്റെ വിവാഹം കഴിഞ്ഞിട്ട് 3.5 വർഷമായി. കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇവിടെ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പട്ടത്തച്ഛനോട് പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു. അതിന്റെ ഫലമായിട്ട് ഞാൻ ഗർഭിണിയായി. അത് കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞിന്റെ ആദ്യത്തെ സ്കാനിങ്ങിൽ നോക്കിയപ്പോ തീരെ ഹാർട്ട് ബീറ്റ് ഇല്ല. പിന്നെ തീരെ വളർച്ചയുമില്ല. അപ്പോൾ അവര് പറഞ്ഞു, ആ ഡോക്ടർ പറഞ്ഞു, ഇതിപ്പോ തന്നെ അബോർഷൻ ചെയ്യണതായിരിക്കും ഏറ്റവും നല്ലത്. വേഗം തന്നെ ഡോക്ടറെ കണ്ട് അബോർഷൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അന്ന് രാത്രി ഞങ്ങൾ പട്ടത്തച്ഛനെ വന്ന് കണ്ടു. അച്ഛൻ കുറെ പ്രാർത്ഥിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇനി മാതാവിന്റെ ജനന തിരുനാളല്ലേ വരണേ, അപ്പോൾ ഒരാഴ്ചയും കൂടിയും കഴിഞ്ഞിട്ട് ഒന്നും കൂടി സ്കാൻ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ഡോക്ടറെ അടുത്ത് പറഞ്ഞു, ഒരാഴ്ചയും കൂടി ഞങ്ങൾക്ക് സമയം വേണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല. നല്ല ഹാർട്ട് ബീറ്റും ഉണ്ട്. പൂർണ്ണ ഈ സമയത്തിന്റെ വളർച്ചയും കുട്ടിക്കുണ്ട്. അപ്പൊ ആ ഡോക്ടർ പറഞ്ഞു, എന്റെ ഇത്ര നാളത്തെ സേവനത്തില് എനിക്കിത് ഏറ്റവും വലിയ അത്ഭുതമാണ്. ഇത് എനിക്ക് ഏറ്റവും വലിയ ആദ്യത്തെ ഒരു അനുഭവമാണ് എന്നാണ് ആ ഡോക്ടർ എന്നോട് പറഞ്ഞത്. ഇപ്പൊ യേശുവിനും മാതാവിനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തുതി. ദിവ്യയുടെ കണ്ണുനീരിലൂടെ ചുടു ദിവസം അന്ന് വന്നു തുടങ്ങി ഒരാഴ്ച കാലം പ്രത്യേകമായി പ്രാർത്ഥിക്കാനാണ്. മാതാവിന്റെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ദിവ്യയ്ക്ക് കൊടുക്കുന്നതായി ഞാൻ കാണുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞ ശേഷം ഈ തീരുമാനം വേണ്ടു, അതിന്റെ അതുവരെ പ്രാർത്ഥിക്കാനായിട്ട്. ഒരാഴ്ചയിലത്തെ പ്രാർത്ഥനകൾക്ക് ശേഷം മറ്റൊരു ഡോക്ടറെ കാണാൻ പോവുകയാണ്. ആ ഡോക്ടറെ കണ്ട് നോക്കിയപ്പോൾ ചലനമില്ലാതെ അബോർട്ട് ചെയ്യണമെന്ന് തീരുമാനമെടുക്കാനായിട്ട് പറഞ്ഞു വിട്ട ദിവ്യ ജസ്റ്റിന്റെ ഉദരത്തിൽ കിടക്കുന്ന ശിശു സന്തോഷം കൊണ്ട് കുതിച്ചു ചാടുന്നതും അവളുടെ ഹാർട്ട് ബീറ്റ് ദിവ്യയുടെ ചെവി വെച്ച് കേൾപ്പിച്ചു കൊടുത്ത സന്തോഷ വാർത്ത എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ, ജീവൻ തരാനും അത് സമൃദ്ധമായി തരാനും വന്ന യേശുവിന്റെ അമ്മയുടെ അനുഗ്രഹത്തിന്റെ ഫലമായി കിട്ടിയ ഈ കുഞ്ഞിനെ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ദിവ്യ ജസ്റ്റിനെ യാത്രയാക്കി. ഇന്ന് സാക്ഷ്യം പറയാൻ വരണം എന്ന് ഞാൻ നിർബന്ധിക്കുകയും ചെയ്തു. കാരണം ഇതൊരു അനുഗ്രഹമാണ്. മരിച്ചവന് ജീവൻ കൊടുത്ത അത്ഭുത സാക്ഷ്യം. കൈകൾ ഉയർത്തിയടിച്ചുകൊണ്ട് നല്ല ദൈവത്തോട് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് ഇപ്പോൾ ഗർഭിണധാരണയുള്ള ഏതെങ്കിലും ഗർഭിണികൾക്ക് സംശയമുണ്ടെങ്കിൽ അമ്മ ഒരു സമ്മാനവുമായി കടന്നു വരുന്നത് കാണിച്ചു തരുന്നു. കരങ്ങൾ ഉയർത്തിയടിച്ച് പരിശമ്മയോട് ചേർന്ന് ആലപിക്കാം. യേശുവിൻ നാമത്തിന് ഹല്ലേലൂയ പാടി വാഴ്ത്തിടാമേ രക്ഷകൻ നാമത്തിന്. സാക്ഷ്യം നൽകുന്നു ഷിനു റോസ്. ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറഞ്ഞത്. എൻ്റെ മകളുടെ പേര് ഷിനു റോസ്, എൻ്റെ പേര് ഫാൻസി. പ്രസവിച്ച് 14 ദിവസം ഈ കൊച്ചു ഐസിയുവിൽ വന്നു. ബ്ലഡ് വായ കൂടി മൂക്കി കൂടി വരികയായിരുന്നു. അന്ന് തൊട്ട് ഞാൻ പ്രാർത്ഥന തുടങ്ങി. എൻ്റെ അനിയത്തി എന്നിവിടെ വന്നിട്ട് പ്രാർത്ഥിക്കും, ഈ കൊച്ചിനെ രക്ഷപ്പെടുന്നത് കാണണം. അങ്ങനെ നടക്കണമില്ല. 3.5 വർഷക്കാലം എൻ്റെ മോള് നടക്കാതെ കിടന്നായിരുന്നു കൊച്ചു. അങ്ങനെ എൻ്റെ അനിയത്തി ഇവിടെ വന്നിട്ട് അച്ഛനോട് സഹായം ചോദിച്ചു. അനിയത്തിയും ഭർത്താവ് എൻ്റെ അമ്മയൊക്കെ വന്ന് അച്ഛനോട് സഹായം ചോദിച്ചു. പ്രാർത്ഥന പോലെ നടന്നു. അതിന് ശേഷം എനിക്ക് വരാൻ പറ്റാതെയായി. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എനിക്കൊന്ന് വന്ന് സാക്ഷ്യം പറയണം, മാതാവിന്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് അങ്ങനെ പ്രാർത്ഥിച്ചു. എനിക്ക് ദൈവം ഇന്ന് ഒരുക്കി തന്നു. അതിനുവേണ്ടി യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഷിനു നടക്കാത്ത ഒരു കുട്ടിയായിരുന്നു. അമ്മയുടെ കണ്ണുനീരായിരുന്നു. എനിക്ക് അമ്മയുടെ അടുത്തേക്ക് എന്റെ മോളെ നടത്തിക്കൊണ്ട് ഒന്ന് വരണമെന്ന് ആ അമ്മ പ്രാർത്ഥന കേട്ടതാണ്. പ്രിയപ്പെട്ട മകളെ, കഴിഞ്ഞ കൊല്ലം 8,28,00,000 നന്മ നിറഞ്ഞ പ്രാർത്ഥനയുടെ അനുഗ്രഹ ഫലങ്ങളാണ്, ലാസ്റ്റ് ഡ്രാഫ്റ്റുകളാണ് മാതാവ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായി നടക്കാത്ത ഷിനു മോൾക്ക് മാതാവ് ശക്തി കൊടുത്തു. നാടി ഞരമ്പൊളി കത്താന്റെ രക്തമോടി. ഇന്ന് ഷിനു അമ്മയോട് നന്ദി പറയുവാനും തന്റെ അമ്മയോട് ഒരുമിച്ച് അൾത്താരി വന്ന് നിൽക്കുകയാണ്. നമുക്ക് കൈകളടിച്ച് തളർവാദ രോഗികൾക്ക് സൗഖ്യം കൊടുക്കുന്ന, കാലുകളില്ലാത്തവർക്ക് കാലുകൾ കൊടുക്കുന്ന, കൈകളില്ലാത്തവർക്ക് കൈകൾ കൊടുക്കുന്ന അമ്മയോട് ചേർന്ന് ഷിനുവിനെ മുൻവശത്തോടെ നടത്തിക്കുകയാണ്. കരങ്ങൾ ഉയർത്തിയടിച്ച് യേശുവിൻ നാമത്തിന് ഹല്ലേലൂയ പാടി വാഴ്ത്തിടാമേ രക്ഷകൻ നാമത്തിന്.
സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തിന്. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാമേ രക്ഷകൻ നാമത്തിന്, രക്ഷകൻ നാമത്തിന്, രക്ഷകൻ നാമത്തിന്. കരയുന്ന കണ്ണുകളെല്ലാം സന്തോഷത്തിന്റെ അശ്രുക്കളാണ്. ഷിനു റോസിന്റെ അമ്മ ഇവിടെ പൊഴിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങുന്നു. സാക്ഷി നൽകുന്നു പ്രിൻസ് ധന്യ. എൻ്റെ പേര് ധന്യ, എൻ്റെ ഹസ്ബൻഡിന്റെ പേര് പ്രിൻസ്. ഞങ്ങൾ പാലക്കിൽ നിന്ന് വരുന്നു. ഞങ്ങൾ വിവാഹത്തിന് ശേഷം ഓസ്ട്രേലിയക്ക് പോകാനായിട്ട്, ഞാൻ നേഴ്സാണ്, അപ്പോൾ വിവാഹത്തിന് ശേഷം ഓസ്ട്രേലിയക്ക് പോകാനായിട്ട് ഒത്തിരി നോക്കിയിരുന്നു. അത് ഒത്തിരി തടസ്സങ്ങളുണ്ടായി. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. പിന്നീട് 28-30 ലക്ഷം ചെലവഴിച്ച് ഞങ്ങൾ ഇവിടെ BSc നഴ്സിംഗ് ചെയ്യാൻ വേണ്ടി ഞാൻ പോയി. വീണ്ടും അവിടെ ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സായി. പക്ഷേ ആ സമയത്താണ് അവിടെ ഒത്തിരി ജോലി തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ഇനി വിസയോടുകൂടി ഒരു ജോലി കിട്ടില്ല, തിരിച്ചു പോകേണ്ടി വരും, അപ്പോൾ മുടക്കിയ കാശെല്ലാം പോകും. അപ്പോൾ ഞങ്ങൾ അച്ഛനോട് പ്രത്യേകമായി പ്രാർത്ഥിച്ചു, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ രണ്ടുപേരുടെയും മാതാപിതാക്കൾ ഇവിടെ വന്ന് അപ്പോസ്തലന്മാരുടെ നിയോഗം വെച്ച്, അപ്പോസ്തലന്മാരുടെ കാർഡൊക്കെ എടുത്ത് നിയോഗം എടുത്ത് പ്രാർത്ഥിച്ചു. മുടങ്ങാതെ 7 ആഴ്ച നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചതിന്റെ ഒത്തിരി ഫലമായിട്ട് ഞങ്ങൾക്ക് 2 വർഷത്തെ വിസയോടുകൂടിയുള്ള സ്പോൺസർഷിപ്പോടുകൂടിയുള്ള ജോലി ലഭിച്ചു. അതിനുശേഷം PR-ന്റെ കാര്യത്തിനും ഞങ്ങൾക്ക് ഒത്തിരി തടസ്സങ്ങളുണ്ടായി. അച്ഛനോട് ഞങ്ങൾ ഫോൺ വിളിച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങളവിടെ ഓൺലൈൻ ശുശ്രൂഷകളെല്ലാം കണ്ടു. ഇവിടെ ഞങ്ങളുടെ മാതാപിതാക്കളും മുടങ്ങാതെ വന്ന് എല്ലാ വെള്ളിയാഴ്ചകളും മുടങ്ങാതെ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് മാതാവും ഈശോയും ഞങ്ങൾക്ക് PR-ഉം തന്നു. ഇപ്പോൾ ജോലിയും ഉണ്ട്, PR-ഉം ഉണ്ട്. മാതാവിന് ഒത്തിരി നന്ദി. യേശുവെ നന്ദി. യേശുവെ. പ്രിൻസിന്റെ കുടുംബം ഈ ധ്യാനമന്ദിരവുമായി അഭേദ്യമായി ബന്ധമുള്ളൊരു കുടുംബമാണ്. പ്രിൻസിന്റെ ചേട്ടൻ ഡേവിസ് ഇപ്പോൾ USA ഇരുന്നുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിൻസ് ധന്യ വളരെ പോകുന്ന സമയത്തും പ്രത്യേകമായി പ്രാർത്ഥിച്ചാണ് ഇവിടുന്ന് പോയത്. അവർക്ക് വളരെ എക്സ്പെൻസീവ് ആയിരിക്കുന്ന അതിന്റെ പഠനം പൂർത്തിയായി, ഉന്നതമായ വിജയം കിട്ടി, ഒരു ജോലി കിട്ടി, PR-ഉം കിട്ടി. ഇപ്പോൾ നാട്ടിലേക്ക് വന്ന അവസരത്തിൽ അത് നന്ദി പറയുവാനും സാക്ഷ്യപ്പെടുത്തുവാനും വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ദൈവം ആരൊക്കെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടോ, ദൈവവുമായി സൗഹൃദത്തിനുണ്ടോ, അവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്നുള്ളതിന്റെ വലിയ പ്രത്യക്ഷമായ തെളിവാണ് ഈ ദമ്പതിമാർ ഇവിടെ സാക്ഷ്യം നൽകിയത്. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനോട് നന്ദി പറയാം. മഹത്വപ്പെടുത്താൻ കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് മാതാവിന് ഒരു മാല, അത് അങ്ങനെ തന്നെ ഇന്നത്തെ ദിവസം സമർപ്പിക്കുകയാണ്. ഒത്തിരിയേറെ അനുഗ്രഹത്തിന്റെ കഥകളുമായി കടന്നു വന്ന പ്രിൻസിന്റെയും ധന്യയുടെയും മാല നാളെ മാതാവിന്റെ കരങ്ങളിൽ ചാത്തുന്നതാണ്. യേശു അനുഗ്രഹിക്കട്ടെ. കരങ്ങളെ അടിച്ചുകൊണ്ട് കഥയാണ് നന്ദി പറയുന്നത്. സാക്ഷ്യം നൽകുന്നു ജോയ് ആന്റണി. എൻ്റെ പേര് ജോളി ആന്റണി. ഞാൻ ഇവിടുത്തെ ഒരു പ്രേക്ഷിതയാണ്. ജൂൺ 5-ാം തീയതി വെള്ളിയാഴ്ച, തിരുഹൃദയ വെള്ളിയാഴ്ച പുലർച്ചെ ശാരീരിക അസ്വസ്ഥതയോട് തുടർന്ന് എന്നെ ഡോക്ടറെ കാണിക്കുകയും ഡോക്ടർ കാർഡിയാക് ഡോക്ടറെ കാണുവാൻ പറയുകയും ചെയ്തു. വീട്ടിൽ തിരിച്ചു വന്ന് ഞാൻ എന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് തിരുഹൃദയ വെള്ളിയാഴ്ചയാണ്. എനിക്ക് ജെറുസലേമിൽ പോകാൻ സാധിക്കുകയില്ല, ഈശോനെ സ്വീകരിക്കാനും സാധിക്കുകയില്ല എന്ന് പ്രാർത്ഥിച്ചു തീരും മുമ്പ് തന്നെ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വിളിക്കുകയും നീ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയും ചെയ്തു. ഞാനത് ദൈവം വിളിക്കുന്ന പോലെയാണ് കണ്ടത്. ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ ചെല്ലുവാനും ട്രീറ്റ്മെന്റ് എടുക്കുവാനും പറഞ്ഞു. അവരതിനു വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു. ഡോക്ടറെ കണ്ട് ടെസ്റ്റുകൾ ചെയ്തപ്പോൾ അറ്റാക്കാണെന്നും ഉടൻ തന്നെ പ്രോസസ് ചെയ്യണമെന്നും പറഞ്ഞു. അത് ഹൃദയത്തിൽ നിന്നും ശുദ്ധരക്തം ഹൃദയത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകുന്ന വാൽവിനാണ് കുഴപ്പമെന്നും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ജീവൻ തിരിച്ചു കിട്ടുകയില്ല എന്നും പറഞ്ഞ് ഉടനെ തന്നെ ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റും ചെയ്തു. അതിക്ക് മുമ്പ് തന്നെ ഇവിടെ പട്ടത്തച്ഛനെയും എല്ലാ അച്ഛന്മാരെയും ഇവിടെ ഫോണിലൂടെ വിവരം അറിയിക്കുകയും അവർ പ്രാർത്ഥിക്കുകയും ചെയ്തു. കൂടാതെ പനക്കലച്ഛൻ ICUയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിന്റെ ഫലമായി അത്ഭുതകരമായി സർജറിയിലൂടെ എനിക്ക് പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. യേശുവെ നന്ദി, യേശുവെ സ്തുതി. ജെറുസലേം വചന കൂടാരത്തിലെ പ്രേക്ഷിതയാണ് ജോളി. കർത്താവ് ദൈവവേലയിൽ വ്യാപൃതമായവരെ കർത്താവ് സംരക്ഷിക്കുകയാണ്. ഫോണിലൂടെ വിളിച്ചു വരുവാൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ദൈവം വിളിക്കുന്ന വിളി പോലെ ശ്രവിച്ചുകൊണ്ട് അതിന് ഉത്തരം കൊടുത്ത്, അതുകൊണ്ടാണ് ഇന്ന് ജോളി അൾത്താരിയിൽ നിൽക്കുന്നത്. അതാണ് അതിന്റെ പിറകിലെ വലിയ രഹസ്യം. അതാണ്
നമുക്കൊരാവശ്യം വരുമ്പോൾ സഹായിക്കാൻ വിളിച്ചു വരുത്തി രോഗികളെ അതിന്റെ ചികിത്സ നടത്തി പൂർണ്ണമായ സൗഖ്യത്തിൽ കൊണ്ടുവരണമെങ്കിൽ ദൈവത്തിന്റെ പ്രത്യേകമായ അനുഗ്രഹം ആവശ്യമാണ്. അപ്രകാരം ദൈവാനുഗ്രഹം ലഭിച്ച ഒരു ജീവിതാനുഭവ സാക്ഷ്യമാണ് ജോളി ആന്റണിയോട് സാക്ഷ്യപ്പെടുത്തിയത്. കരങ്ങൾ ഉയർത്തിയടിച്ച് നല്ല ദൈവത്തോട് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തിയടിച്ച് സാക്ഷ്യം നൽകുന്നു റിയാൻ സജിൻ. എന്റെ പേര് ആൻസി, ഹസ്ബൻഡിന്റെ പേര് സജിൻ, വീട് പടിഞ്ഞാറ് ചാലക്കുടി. ഞങ്ങൾക്ക് 6 വർഷമായിട്ട് മക്കളുണ്ടായിരുന്നില്ല. എന്റെ ഡാഡിയും മമ്മയും ഇവിടെ 9 ആഴ്ച നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ഉണ്ണി ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ 7ാമത്തെ വെള്ളിയാഴ്ച പട്ടത്തച്ഛ വിളിച്ചു പറഞ്ഞു, മക്കളില്ലാത്ത 3 ദമ്പതികളെ മക്കളെ നൽകി അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഡാഡി പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. അതിലൊരാൾ എന്റെ മകളാവുന്ന്. ആ ശനിയാഴ്ച തന്നെ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ പ്രഗ്നന്റ് ആയി. അപ്പൊ ഫെബ്രുവരി 5-ാം തീയതി സുഖപ്രസവം നൽകി ഒരു മകനെ നൽകി അനുഗ്രഹിച്ചു. നരസിലെ നാഥനും നാഥയ്ക്കും ശാവറ പിതാവിനും 1000 നന്ദി. യേശുവേ സ്വസ്ത്രം, യേശുവേ നന്ദി. 6 വർഷങ്ങൾക്ക് ശേഷം പേര് ചൊല്ലി വിളിച്ച് ദൈവത്തിന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങിയ കുടുംബാംഗമാണ് ഈ നിൽക്കുന്നത്. അപ്പനും അമ്മയുടെയും പ്രാർത്ഥന, കുടുംബത്തിന്റെ പ്രാർത്ഥന, അവരുടെ കണ്ണുനീര് ദൈവം കണ്ടു, കേട്ടു. പ്രിയപ്പെട്ടവരെ, ആരൊക്കെ കരഞ്ഞ് കർത്താവിന്റെ നാമം വിളിക്കുന്നുണ്ടോ അവന്റെ പക്കലേക്ക് കടന്നു വരുന്ന ദൈവത്തെയാണ് ഇവിടെ കണ്ടുമുട്ടുന്നത്. റയാൻ സച്ചിൻ ഇതാ അപ്പന്റെ കരങ്ങളിൽ ഒതുങ്ങി നിൽക്കുകയാണ്. 6 വർഷങ്ങൾക്ക് ശേഷം ദൈവം അനുഗ്രഹിച്ച് കുടുംബത്തോട് ചേർന്നുകൊണ്ട് നമുക്ക് സന്തോഷം പങ്കിടാം. കരങ്ങൾ ഉയർത്തിയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. കരങ്ങൾ ഉയർത്തിയടിച്ച് പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തിന്. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാം രക്ഷകൻ നാമത്തിന്. പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തിന്. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാം രക്ഷകൻ നാമത്തിന്. രക്ഷകൻ നാമത്തിന്. രക്ഷകൻ നാമത്തിന്. രക്ഷകൻ നാമത്തിന്. പ്രാർത്ഥിക്കുന്ന മക്കൾ അൾത്താരിൽ നിന്ന് മാറാതെ നിൽക്കുന്നവർ ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ? ശ്രദ്ധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയിലൂടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ അവർ ബലിപീഠങ്ങളോടും ദൈവാലയത്തോടും വൈദികരോടും പ്രത്യേകമായി അടുപ്പം കാണിക്കും. നിങ്ങൾ നോക്കി കാണുക. സാക്ഷ്യം നൽകുന്നു ഫ്രാൻസിസ്. എന്റെ പേര് ഫ്രാൻസിസ്. എന്റെ വീട് കോളങ്ങാട്ടുകര. എന്റെ സഹോദരിയുടെ മകളുടെ മകൾ ജിസയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. അവളുടെ ഭർത്താവ് ലിൻഡോ ഗൾഫിൽ ജോലി ചെയ്യുന്നു. ഇവരുടെ വിവാഹം കഴിഞ്ഞ് 8 വർഷമായിട്ടും ഇവർക്കൊരു കുഞ്ഞുണ്ടായില്ല. നിരവധി ചികിത്സകൾ നടത്തി, യാതൊരു ഫലമുണ്ടായില്ല. അങ്ങനെ ഒടുവ് എന്റെ അടുത്ത് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടാണ്. ഞാൻ ഈ ദേവാലയത്തിൽ ഓലമേഞ്ഞ് ഇരിക്കുന്ന അവസരത്തിൽ പോലും വന്ന് മാതാവിന്റെ അടുത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. എന്റെ പ്രാർത്ഥനയുടെ ഫലമായി എനിക്കും മറ്റുള്ള അനവധി ജനങ്ങൾക്കും ഇവിടെ അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം ജന്മതിരുനാളിന് മാതാവിന്റെ അടുത്ത് വന്ന്, അമ്മേ, ഈ മകൾക്ക് ഒരു കുഞ്ഞിനെ, അതൊരു ആൺകുഞ്ഞിനെ തന്നെ നൽകണമെന്ന് നിർബന്ധിച്ച് ഞാൻ അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഇപ്പോ ആ മകൾക്ക് ഒരു ആൺകുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു. ആ മകനെ അൽബിയോൺ എന്ന് പേര് നൽകി. ദൈവത്തിന് നന്ദി. കൈകളടിച്ചുകൊണ്ട് കർത്താവിന് നന്ദി പറയാം. കഴിഞ്ഞ കൊല്ലം സെപ്റ്റംബർ 8-ന് എല്ലാ വർഷവും സെപ്റ്റംബർ 8-ന് വന്ന് മാതാവിന്റെ കുറെ ഗീതങ്ങൾ ആലപിക്കുന്ന ഒരു ഗായകനാണ് ഫ്രാൻസിസ്. അങ്ങനെ ഇരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനൊക്കെയാണ്. അദ്ദേഹത്തിന് ഒരു പാട്ട് പാടാൻ വന്നപ്പോൾ പാടും. ഒരു 4 വരി പാട്ട് മാതാവിന്റെ പാടാം. അത് ഈ വർഷം അഖണ്ഡ ജപമാലയ്ക്കും അഖണ്ഡ തിരുലിഖിത പാരായണമൊക്കെ വരാറുള്ള ഈ സമയം കിട്ടിയില്ല. ഒരു മാതാവിന്റെ ഗാനത്തിന്റെ 4 വരി, ഇഷ്ടപ്പെട്ട 4 വരി പാടാവുന്നതാണ്. മൈക്കിൽ അടുത്ത് വന്നിട്ട് പാടും. ആഹ്ലാദ ചിത്തരായി സന്തോഷത്തോടെ നീ അമ്മയെ വണങ്ങിടുവിൻ. ശക്തി സങ്കേതമാ പരിശുദ്ധ അമ്മയെ പാടി പുകഴ്ത്തിടുവിൻ. പാടി പുകഴ്ത്തിടുവിൻ. ജപമാല ചൊല്ലുവിൻ. അമ്മയെ വിളിക്കുവിൻ. അമ്മയോടു ചേർന്നു നിൽക്കുവിൻ. ജെറുസലേമിൽ പോകുവിൻ. അമ്മയെ വിളിക്കുവിൻ. അനുഗ്രഹം സ്വന്തമാക്കുവിൻ. നിങ്ങൾ അനുഗ്രഹം സ്വന്തമാക്കുവിൻ. ആഹ്ലാദ ചിത്തരായി സന്തോഷത്തോടെ നീ അമ്മയെ വണങ്ങിടുവിൻ. ശക്തി സങ്കേതമാ പരിശുദ്ധ അമ്മയെ
പാടി പുകഴ്ത്തിടുവിൻ. കരങ്ങൾ ഉയർത്തിയടിച്ച് നമുക്ക് നന്ദി പറയാം. എല്ലാ വർഷം വന്ന് 1 മണിക്കൂറോളം മാതാവിന്റെ ഗാനങ്ങൾ ആലപിക്കുന്ന ഫ്രാൻസിസിനും അമ്മ വഴിയായി കിട്ടിയ ഈ സ്നേഹ സമ്മാനത്തിനും ഞങ്ങൾ ദൈവത്തോട് നന്ദി പറയുന്നതോടൊപ്പം ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തിക്കൊണ്ട് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. 2 കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് ഇപ്പോൾ ലോകമെങ്ങും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സർവ്വ മക്കൾക്ക് വേണ്ടിയും പ്രത്യേകമായി കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് വേണ്ടി കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ക്രൈസ്തവർ അക്രൈസ്തവർ സ്വജാതിയ വിജാതിയ എല്ലാവരെയും കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കണം. കർത്താവെ, കുടുംബത്തിലെ സന്തോഷങ്ങളായിരിക്കുന്ന കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരുടെ സങ്കടങ്ങൾ ഇതാ സെപ്റ്റംബർ 8 ഒരു ബലിയായി കാഴ്ചവെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൈകളുടെ പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തിന്. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാം രക്ഷകൻ നാമത്തിന്. മുട്ടുകൾ കുത്തിക്കൊണ്ട് രക്ഷകൻ നാമത്തിന്. മുട്ടുകൾ കുത്തി രക്ഷകൻ നാമത്തിന്. എല്ലാവരും ചേർന്ന് രക്ഷകൻ നാമത്തിന്. കേരളത്തിന്റെ അത്ഭുതമാണ് വിശുദ്ധനായ ചാവറ പിതാവ്. അത്ഭുത പ്രവർത്തകനാണ് ചാവറ പിതാവ്. ആ പിതാവിനോട് മാധ്യസ്ഥം നേടിയുള്ള നവനാൾ പ്രാർത്ഥന ചൊല്ലിത്തരാൻ പോകുകയാണ്. കർത്താവിനോട് ചേർന്നുകൊണ്ട് ഈ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് മാതാവിന്റെ പ്രത്യേകമായി ഭക്തനായിരുന്നു ചാവറ കുര്യാക്കോസ് ഏലിയാസ് പിതാവ്, ചാവറയച്ചൻ. പ്രത്യേകമായി കുടുംബങ്ങളുടെ പ്രത്യേകമായി സംരക്ഷകനാണ്. കരങ്ങൾ കുപ്പിക്കൊണ്ട് വിശുദ്ധനായ ചാവറ പിതാവിന്റെ നവനാൾ പ്രാർത്ഥന ഇപ്പോൾ ചൊല്ലിത്തരുന്നു. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കും.